എന്തായാലും നമ്മുടെ കാക്കേനെ ഒന്ന് കൊക്കാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചല്ലോ അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്ക വിളിച്ച കൊക്കാവോന്ന് ചോദിച്ചതൊക്കെ. അത് സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, എൻ്റെ വണ്ടീനെ പറ്റിയൊക്കെ ഒരുപാട് ഇത് ചോദിച്ചു. എന്താണ് വണ്ടി, ഏതാണ് 7 സീറ്ററാണോ ഫാമിലിയായിട്ട് ഉപയോഗിക്കാവുന്ന അങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ട്. വണ്ടി அப்படி ചെളിയാണ്. അപ്പം അതൊന്ന് കഴുകി നമ്മുടെ വണ്ടിയിൽ നിന്ന് സുന്ദര കുട്ടപ്പനാക്കാം മച്ചാൻ വരെ. അപ്പോൾ അതെ നമ്മുടെ വണ്ടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് വെതർ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് നോക്കിയാലോ, എങ്ങനെയുണ്ട് വണ്ടി എന്ന് നോക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ, കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ചെളിയാണ്. കഴിഞ്ഞ ദിവസം ഒരു ലോങ് ട്രിപ്പ് പോയിട്ട് വന്നതാണ്. അപ്പോൾ നോക്കി ചെളിയൊക്കെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ, നല്ല ചെളിയാണ്. ചെളിയുടെ കൂമ്പാരാ വണ്ടി. നല്ല മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ചെളിയൊക്കെ വണ്ടിയിൽ വന്നത്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ചെളി വരാറുള്ളതല്ല. അപ്പോൾ ഇത് മൊത്തം നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ചെളി പിടിച്ചിങ്ങനെ നശിച്ച് കിടക്കും. നമുക്ക് ഇതിനെ എങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് സംഭവം. പിന്നെ വണ്ടിയുടെ റിവ്യൂ ചോദിച്ചിട്ട് ഞാൻ പറയാം. ഇത് കണ്ടോ, നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കാണ്, ഡീസലാണ്, 2 ലിറ്ററാണ്, BMW 2 സീരീസ് ടൂറർ, ഗ്രാൻഡ് ടൂറർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ അകത്ത്? ഓട്ടോമാറ്റിക്കാണ്. പിന്നെ സ്പോർട്സ് മോഡും ഉണ്ട് അതിൽ. പിന്നെ ഇതിൽ സാറ്റ്നാവ് ഉണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഇത് വണ്ടി ഓണായാലും സാറ്റ്നാവ് കാണാം. വണ്ടി ലെതർ സീറ്റ് അല്ല കേട്ടോ. ലെതർ സീറ്റിൻ്റെ ഓപ്ഷൻ ഞാൻ കണ്ടില്ല വാങ്ങാൻ നേരത്ത്. ഇനിയിപ്പോൾ അതിൻ്റെ ഹൈ എൻഡിലുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്കത് ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട്, ക്രൂസ് കൺട്രോള്, ലിമിറ്റർ, അങ്ങനെ എല്ലാ സെറ്റപ്പും വണ്ടിയിലുണ്ട്. സെക്കൻഡ് സീറ്റ് തുറന്നാൽ ഉണ്ടോ, വണ്ടിയുടെ സീറ്റൊക്കെ കണ്ടോ, തവിട്ട് പൊടിയായിട്ട് കിടക്കുക. പിള്ളേർ തേച്ച് വെച്ചാൽ ചോക്ലേറ്റൊക്കെ. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഞാനൊരു ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ആമസോണിലാണ്, ഈബേയിൽ വാങ്ങിയതാണ്. ഓക്കെ, ഇതിൽ ഐസോഫിക്സ് ഉണ്ട്. ഐസോഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർ സീറ്റൊക്കെ ഇതിലുണ്ട്. ഈ ക്ലിപ്പിലേക്ക് നമുക്ക് ഇത് ചെയ്ത് വയ്ക്കാം, ഫിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് സീറ്റ് ബെൽറ്റ് ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. ഫുഡിൻ്റെ ഇതുണ്ടോ, ഫുഡൊക്കെ കഴിക്കാനുള്ള ട്രേ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ നിവർത്തുന്നില്ല. ഈ വണ്ടിക്ക് നമ്മൾ 7 സീറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള ബൂട്ട് സ്പേസ് ഇല്ല. 5 സീറ്റാണെങ്കിൽ ഒരു ഫാമിലിക്ക് എപ്പോഴും നമ്മുടെ കൂടി ചേർന്ന് വയ്ക്കാനും എല്ലാം നല്ലൊരു വലിപ്പമുണ്ട്. ഇതൊരു MPV കാറ്റഗറിയിലാണ് ഈ വണ്ടി വരുന്നത് കേട്ടോ. എന്നെ കണ്ടോ നിങ്ങളതിൽ? കണ്ടോ, ബാക്കിൽ 2 സീറ്റ്, ബാക്കിൽ 2, നടുക്ക് 3, ഫ്രണ്ടിൽ 2, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ഫാമിലിക്ക് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു ഹൈ എൻഡല്ല എന്നാൽ പോലും എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു വണ്ടിയാണ്. ഇതാണ് എൻ്റെ വണ്ടി ചോദിച്ചവർക്കുള്ള ഒരു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചെളി പിടിച്ച സാധനം ഒന്ന് കഴുകി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഉണ്ടോ അച്ഛൻ മരുത്? ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, അതിൽ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ തന്നെ ഡോർ അടച്ച് കൊടുക്കുക. എല്ലാ വണ്ടിക്കും തന്നെ ഉണ്ട്, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ സെറ്റപ്പ്. പിന്നെ നീളവും വീതിയൊക്കെ നോക്കിയാൽ ഉണ്ടാകും. ഒരു കോമ്പാക്റ്റ് വണ്ടിയാണ്, അത്ര വലിയ വലിപ്പങ്ങളൊന്നും പറയാൻ നമുക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാക്ക വിളിച്ച കൊക്കാവോന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് നമുക്കൊന്ന് വണ്ടി വാഷ് ചെയ്യാൻ പോയല്ലോ. ഈ വണ്ടിനെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല. മച്ചാമാരെ ഇതുണ്ട്, ഇതിൻ്റെ പ്രൈസൊക്കെ കണ്ടോ? അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ വണ്ടി പോകുന്നത്. ഗോ ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. റിവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നമ്മുടെ വണ്ടി ഫ്രണ്ടിലുള്ള വണ്ടി കഴുകുന്നതുണ്ട്. അപ്പോൾ അതേപോലെ പ്രൈസ് ഉണ്ട്, നല്ലൊരു ചീപ്പ് പ്രൈസാണ്. 1.30 ബേസിക് വാഷ്,
2 ബോണ്ടിട്ടാണ് നമ്മൾ വാഷ് എടുത്തത്. വാഷ് 1. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടി ജസ്റ്റ് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് വാഷ് ചെയ്ത് തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഹൂവർ ചെയ്യണം. കാരണം ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഹാൻഡ് കാർ വാഷ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. പിന്നെ വണ്ടിയുടെ പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. അവർ സ്പേസ് ഓൾറെഡി നോക്കിക്കൊണ്ടിരിക്കുക. അവർ നമ്മളിപ്പോൾ വണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ പാർക്ക് ചെയ്യാൻ പോകാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇതുണ്ട് അവിടെ റെയിൽ കണ്ടോ? നമ്മളിപ്പോൾ ആ റെയിലിലേക്കാണ് വണ്ടി ഓടിച്ച് കയറ്റിയിടുന്നത്. ലെഫ്റ്റ് ന്യൂട്രൽ കണ്ടോ? നമ്മൾ എന്നിട്ട് വണ്ടി അവർ ന്യൂട്രൽ ഇടാൻ പറഞ്ഞേ ആണോ? അപ്പോൾ നമ്മൾ വണ്ടി ന്യൂട്രൽ ഇട്ടു. പിന്നെ നമുക്ക് ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ അതേ വണ്ടി തന്നെ ഉരുണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ നേരെയാക്കി വെച്ച് കൊടുത്താൽ മതി. നമ്മളൊന്നും ചെയ്യണം. കണ്ടോ? വണ്ടി തന്നെ പോയിക്കൊണ്ട് തന്നെ. നമ്മുടെ കാർ ഉദ്ദേശിക്കുന്നത് പാർക്കിംഗ് ആണോ ചെയ്യാൻ പോവുകയാണോ എന്ന് കരുതിയിട്ടാണ് അവർ ഓട്ടോമാറ്റിക് പാർക്കിങ്ങിൻ്റെ സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ മിററിൽ. ഇത് വെള്ളം നന്നായിട്ട് തെറിക്കുന്നുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളൊരു ഗുഹയിലൊക്കെ കയറി പോകുന്നൊരു പ്രതീതിയായിട്ടോ നമുക്ക്. എന്തായാലും നമ്മുടെ കാക്കേനെ ഒന്ന് കൊക്കാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ടിലൊക്കെ വണ്ടി ഉണ്ട് കേട്ടോ. ഉണ്ടോ? നമ്മുടെ നമ്മുടെ വിൻസ്ക്രീൻ ഉണ്ടോ? അതിൽ അവരിപ്പോൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പുറകിലൊക്കെ വണ്ടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ കറങ്ങിയപ്പോൾ നമ്മുടെ വണ്ടി പോകുന്തോറും നമ്മുടെ വണ്ടിയുടെ മേളിൽ ഫുള്ള് ഇതിങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നാട്ടിലൊക്കെ ഈ സംഭവം ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്. എല്ലായിടത്തും അത് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടിയും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അവർ ജസ്റ്റ് അത് ഫസ്റ്റ് വണ്ടി ഒന്ന് വെറ്റാക്കിയതാണെന്ന് തോന്നുന്നു. എന്നിട്ട് അവർ സ്ക്രബിങ് ഇനിയിപ്പോൾ അടുത്തത് പോകുന്നുണ്ട്. അവിടെ നിന്ന് മേളിൽ നിന്നൊരു സ്പ്രേ വരുന്നുണ്ട്. അതെനിക്കൊന്ന് സ്റ്റോപ്പാന്ന് തോന്നുന്നു അവർ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നിന്ന് വരുന്ന സൗണ്ട് ഇത് സെൻസറൊക്കെ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ അവർക്കത് ഈ സെൻസറിൽ അടിക്കുമ്പോൾ അവർക്കത് വണ്ടിക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അതുകൊണ്ടാണത്. അപ്പോൾ വണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ന്യൂട്രലിട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഈ ഡ്രൈവിംഗ് സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻസർ ഭയങ്കര ക്ലോസ് ആയെന്നൊക്കെ അവർ പറയുന്നത്. അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ വിൻഡോ ഒക്കെ കുറച്ചും കൂടെ ക്ലീൻ ആയി കണ്ടോ. ഇനി ഇത് കണ്ടോ? മേളിൽ കാണുന്ന ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? അത് ഹീറ്ററാണ്. ആ ഒരു ഇതുപോലെ കാണുന്നത്, നമ്മുടെ ഒരു ഹോള് പോലെ കാണുന്ന സ്ക്വയറിലുള്ള. അപ്പോൾ പിന്നെ അവിടുന്ന് വണ്ടി നമുക്ക് നല്ലതായിട്ട് ഹീറ്റായിട്ട് ഇപ്പോൾ നമ്മുടെ ഇതായത് ഡ്രൈ ആവുമേ. അവരുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഡ്രൈവ് ഓഫ് കാണത്തില്ല ക്ലിയറായിട്ട്. എനിക്കാണ് നമ്മൾ വണ്ടി എടുക്കണം തോന്നുന്നു പയ്യെ. വണ്ടി ഇപ്പോൾ പുഷ് ആവുന്നില്ല. ആവുന്നുണ്ട്. ഓക്കെ. ഡ്രൈവ് ഓഫ് വെൻ വിൻസ്ക്രീൻ ഇസ് ലെവൽ വിത്ത് ദിസ് സൈൻ. അപ്പോൾ ആ സൈനിനൊപ്പം നമ്മുടെ വിൻസ്ക്രീൻ നമ്മുടെ ഇതാവുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം എന്നാണ് അതിനർത്ഥം. ഏകദേശം നമ്മുടെ അതിനൊപ്പമായിട്ടുണ്ട്. അത്ര ഡ്രൈ ആയിട്ടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സോ നമ്മുടെ വണ്ടി അതിനൊപ്പമായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഡ്രൈവിലിട്ടു. ഇനി വണ്ടി ഓടിച്ചിറങ്ങുവാണേ അച്ഛന്മാരെ. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കി. ക്ലീൻ ആയോ? നമ്മുടെ ചെളി കണ്ട സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല കുട്ടപ്പനായ വണ്ടി. നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ വണ്ടി വാക്യൂം ചെയ്യാനാണ്. ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗൺ ആയത് കൊണ്ട് ഹാൻഡ് കാർ വാഷ് ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഹാൻഡ് വാഷ് കിട്ടുന്നില്ല.
അപ്പോൾ അതേ മച്ചാന്മാരെ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ വാക്യൂം ചെയ്യുന്നതിൻ്റെ ഇതാണ്. ഇവിടെ കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാഷ് വെച്ചിട്ടോ പേ ചെയ്യാം. ടൈം എത്ര? ഒരു പൗണ്ടിന് 4 മിനിറ്റ് കിട്ടും നമുക്ക്. ഫ്രാഗ്രൻസ് 1 പൗണ്ട് 1 മിനിറ്റിന്. നമുക്ക് എയർ വേണ്ട. അപ്പോൾ നമുക്ക് അതെന്നാ വെച്ച് നമുക്കങ്ങനെ വാക്യൂം ചെയ്യാം. ഓക്കെ. മച്ചന്മാരെ ഈ ഒച്ച കേൾക്കുന്ന കേട്ടോ, അതെന്നാ വെച്ചാൽ നമ്മുടെ ടൈം തീരാൻ പോകുന്നുള്ള ബീപ്പ് സൗണ്ടാണ് ഇത്. ടൈം കണ്ടോ കുറഞ്ഞു വരുന്നതുണ്ടോ, അതുകൊണ്ടാണ് ആ ബീപ്പ് അടിക്കുന്നത് കേട്ടോ. നമ്മുടെ ടൈം ഇപ്പോൾ ഏകദേശം തീരും. കാർഡ് വെച്ച് പേ ചെയ്യാം. ഒരു കൺഫർമേഷൻ ആണെന്നാണ് പറയുന്നത്. 1 പൗണ്ടിനാണ് ഇപ്പോൾ പേ ചെയ്തേക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ 1 പൗണ്ട്, അപ്പോൾ 2 പൗണ്ടായി മൊത്തം. നമ്മൾ വാക്യൂം ഏറെ നമുക്കൊണ്ട് വാക്യൂം പ്രസ് ചെയ്തു. മറ്റേമാരെ കണ്ടോ വണ്ടിയുടെ ബൂട്ട് സ്പേസ് കണ്ടോ, നല്ല ബൂട്ട് സ്പേസാണ് വണ്ടിക്ക്. സീറ്റ് മടക്കി കഴിഞ്ഞാലേ പക്ഷെ നമ്മൾ തിരിക്കുവാണെങ്കിൽ അത്ര സ്പേസ് ഇല്ല കേട്ടോ. ഏകദേശം നമുക്ക് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് പറ്റുന്ന പോലെ ക്ലീൻ ആക്കി നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ വൈപ്പിച്ചിട്ട് ജസ്റ്റ് അതൊക്കെ നമ്മൾ മാറ്റി വന്നിട്ട് തുടങ്ങാം. ഓക്കെ. ഇത് ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ ഇതാണോ അതെ നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്നിട്ട് വൈപ്സിട്ട് നമ്മുടെ പിള്ളേരൊക്കെ ഈ ചോക്ലേറ്റൊക്കെ തിന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ചെളി കണ്ടോ, നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇവിടെ ഒരു അപ്പടി ചോക്ലേറ്റ് അല്ലായിരുന്നു, നന്നായിട്ട് പോയി. അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ചുരുങ്ങിയ തോതിൽ നമുക്കുള്ള നമ്മുടെ എന്താ പറയുക ഫെസിലിറ്റീസ് വെച്ച് നമ്മുടെ വണ്ടി ഒന്ന് കഴുകി അങ്ങനെ കാക്ക കൊളിച്ച് ജസ്റ്റ് ഒന്ന് കൊക്കായിട്ടുണ്ട്. അതിനുള്ള ഏകദേശം ഫുള്ള് കൊക്കായില്ലെങ്കിലും ഏകദേശം ഒരു കൊക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫൈനലൊന്ന് കാണിച്ചു തരാം വണ്ടിയുടെ കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ ഇത് നമ്മുടെ വണ്ടി കഴുകി വന്നിട്ടുണ്ട്. ഏകദേശം അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നമ്മൾ തുടച്ചു കൊടുത്തു. കാരണം ഫുള്ള് അവർ ഞാൻ പറഞ്ഞ വാഷല്ല അവർ ചെയ്തത്. എനിക്ക് പറഞ്ഞാൽ അവർ സ്റ്റാഫ് ഷോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. എന്നാലും നമുക്ക് കാണാം നമ്മുടെ ചെളി ഉണ്ടായിരുന്നത് മേൽഭാഗമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ മെഷീൻ വാഷും പിന്നെ നമ്മൾ ചെയ്ത നമ്മുടെ വാക്യൂമും എല്ലാം കൂടെ ചേർന്നിട്ട് വണ്ടി അത്യാവശ്യം നല്ല കുട്ടപ്പനായിട്ടുണ്ട് ഉണ്ട്. ബാക്കിയൊക്കെ ആണെങ്കിലും ഞാൻ ആദ്യം നമ്മുടെ ചോക്ലേറ്റ് ഇട്ട സ്ഥലം കാണിച്ചു തരാം. കണ്ടത് നമ്മൾ വൈപ്സിട്ട് തുടച്ചത് ക്ലീനായി. ഇതാണ് നമ്മുടെ വണ്ടി. ഡോറൊക്കെ അടച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ മച്ചന്മാരെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്ത് തന്ന ഒരുപാട് സപ്പോർട്ടുകൾക്ക് ഒത്തിരി നന്ദിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.